ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു കൈപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പണ്ടൊക്കെ ഉമ്മാമാരും വല്ലുമ്മമാരും ഒക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു വിഭവമാണ് ഈ കൈപ്പത്തിരി. ഇത് അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് ഈ കൈപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 5-6 കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിനി ക്രഷ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഒരു സോസ് പാനിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഗീയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം നന്നായി പൊടിയിൽ യോജിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതൊരു ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവിന് കുഴച്ചെടുക്കാനുള്ള എളുപ്പത്തിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ച് ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ പുറത്ത് വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കാം. സ്റ്റീൽ പാത്രമായതുകൊണ്ട് തന്നെ നന്നായിട്ട് പരന്ന് കിട്ടും. നന്നായി പരത്തിയതിന് ശേഷം നമുക്കൊരു ബൗൾ വെച്ച് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ രീതിയിലെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഇത് ഓരോന്നും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല മൊഞ്ചുള്ള കൈപ്പത്തിരി റെഡി ആയിട്ട്. അപ്പോൾ ഇതുപോലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.